Good evening, everyone. To continue our Shunu's prayers today, I request Litty Matthew from the Regional Secretary for Atlanta region, Southeast Atlanta region, to lead us today. Good evening, everyone. Should we wait for some more time, like 5 more minutes to start, or just go ahead and start? We can wait for a minute or so. Okay. Yes, we can start now. Yeah. Good evening, everyone. Again, welcome to the 8th day of our Lent. Right now, I invite Father Emmanuel Pinus, VP of MMBS West Region, for the prayer, opening prayer. Let us pray. ബാരക്മോർ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യേക ദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഓശാന. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നു വരുവാനിരിക്കുന്നവൻ വാഴ്ത്തപ്പെട്ടവനാണ്. ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനെ നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനെ നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനെ നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ ഞങ്ങളുടെ ശുശ്രൂഷകളും പ്രാർത്ഥനകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, സൃഷ്ടാവേ നിനക്ക് സ്തുതി. പാപികളായ നിന്റെ അടിയാരോട് കരുണ ചെയ്യുന്ന മശിഹാ രാജാവേ നിനക്ക് സ്തുതി. ബാരക്മോർ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം എന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ നീ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടം നിന്ന് ഞങ്ങളെ രക്ഷപ്പെടണമേ. എന്തുണ്ടെന്നാൽ രാജ്യം ശക്തിയും മഹത്വം എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ തന്നെ പറയാമേ, നിനക്ക് സമാധാനം. ഞങ്ങളുടെ കർത്താവ് നിന്നോട് കൂടെ, സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാവുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവായ യേശുമിശിഹാ വാഴ്ത്തപ്പെട്ടവനാവുന്നു. ശുദ്ധമുല കന്യകമർത്തമറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ നമുക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമീൻ. ശുഭോലാപോലം ബ്രോവൽ റൂഹോ കാദീശോ. ബലഹീനനും പാപികളുമായ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിലും എന്നേക്കും ചുഴപ്പെടുമാറാകണമേ. ആമീൻ. ദൈവമായ കർത്താവേ, പകൽ സമയത്തെ ദ്വാനങ്ങളിൽ നിന്ന് ഞങ്ങളുടെ ശരീരം ഭ്രമിക്കുകയും ലൗകിക ചിന്തകളിൽ നിന്ന് ഞങ്ങളുടെ മനസ്സ് പിൻവാങ്ങുകയും ചെയ്തുകൊണ്ട് ഈ സന്ധ്യാസമയത്ത് ശാന്തമായ തിരുസന്നിധി എന്നുള്ളകൊണ്ട് നിത്യസ്തുതികളും തുടർച്ചയായ സ്തോത്രങ്ങളും നിനക്ക് അർപ്പിക്കുവാനും ഞങ്ങളുടെ ജീവനെ സംരക്ഷണ നയിക്കുന്നവനും ഞങ്ങളുടെ ആത്മാക്കളുടെ സഹായം രക്ഷിതാവുമായ നിന്റെ കൃപയ്ക്ക് സ്തുതി പാടുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രം കരേറ്റുന്നു. ഹോശോ വക്കുലസ് ബാൻ ലോൽമീൻ. ആമീൻ.
Dearly beloved, good evening. Thank you all for joining for prayer. I'm happy to pass it back to our beloved Lydia Auntie to continue along in our prayer for today. Thank you, Imogen. Now I invite Binny Joseph for Bible reading. കേൾക്കാവോ? കേൾക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദ്യം മുതൽ എന്നേക്ക് തന്നെ ആമീൻ. ഇന്നത്തെ വേദവായന ഭാഗം വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 5 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. യഹൂദ്യ രാജാവായ ഹെറോദാവിന്റെ കാലത്ത് അബിയാകൂറിൽ സഖര്യാവ് എന്ന പേരുള്ള ഒരു പുരോഹിതനുണ്ടായിരുന്നു. അവന്റെ ഭാര്യ അഹ്റോന്റെ പുത്രിമാരിൽ ഒരുവളായിരുന്നു. അവൾക്ക് എലിശബേത്ത് എന്ന പേരായിരുന്നു. ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിന്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരുമായിരുന്നു. എലിശബേത്ത് വന്ധ്യയായിരുന്നതുകൊണ്ട് അവർക്ക് സന്തതിയില്ലായിരുന്നു. ഇരുവരും വയസ്സ് ചെന്നവരുമായിരുന്നു. അവൻ കൂറിന്റെ ക്രമപ്രകാരം ദൈവസന്നിധിയിൽ പുരോഹിതനായി ശുശ്രൂഷ ചെയ്തു വരുമ്പോൾ പൗരോഹിത്യ മര്യാദ പ്രകാരം കർത്താവിന്റെ മന്ദിരത്തിൽ ചെന്ന് ധൂപം കാട്ടുവാൻ അവന് നറുക്കുവന്നു. ധൂപം കാട്ടുന്ന നാഴികയിൽ ജനസമൂഹം മുഴുവനും പുറത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ കർത്താവിന്റെ ദൂതൻ ധൂപപീഠത്തിന്റെ വലതുഭാഗത്ത് നിൽക്കുന്നവനായി അവന് പ്രത്യക്ഷപ്പെട്ടു. സഖര്യാവ് അവനെ കണ്ട് പരിഭ്രമിച്ച് ഭയപരവശനായി. ദൂതൻ അവനോട് പറഞ്ഞത്, സഖര്യാവേ, ഭയപ്പെടേണ്ട. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലിശബേത്ത് നിനക്ക് ഒരു മകനെ പ്രസവിക്കും. അവന് യോഹന്നാൻ എന്ന് പേരിടണം. നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും. അവന്റെ ജനനത്തിൽ പലരും സന്തോഷിക്കും. അവൻ കർത്താവിന്റെ സന്നിധിയിൽ വലിയവനാകും. വീഞ്ഞും മദ്യവും കുടിക്കുകയില്ല. അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും. അവൻ ഇസ്രായേൽ മക്കളിൽ പലരെയും അവരുടെ ദൈവമായ കർത്താവിലേക്ക് തിരിച്ചു വരുത്തും. അവൻ അപ്പന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും വഴങ്ങാത്തവരെ നീതിമാന്മാരുടെ ബോധത്തിലേക്കും തിരിച്ചുകൊണ്ട് ഒരുക്കമുള്ള ഒരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കുവാൻ അവന് മുമ്പായി ഏലിയാവിന്റെ ആത്മാവോടും ശക്തിയോടും കൂടി നടക്കും. സഖര്യാവ് ദൂതനോട്, ഇത് ഞാൻ എന്തോന്നിനാൽ അറിയും? ഞാൻ വൃദ്ധനും എൻ്റെ ഭാര്യ വയസ്സ് ചെന്നവളുമാണല്ലോ എന്ന് പറഞ്ഞു. ദൂതൻ അവനോട്, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാകുന്നു. നിന്നോട് സംസാരിക്കാനും ഈ സദ്വർത്തമാനം നിന്നോട് അറിയിക്കാനും എന്നെ അറിയിച്ചിരിക്കുന്നു. തക്ക സമയത്ത് നിവൃത്തി വരുവാനുള്ള എൻ്റെ ഈ വാക്ക് വിശ്വസിക്കായക കൊണ്ട് അത് സംഭവിക്കും വരെ നീ സംസാരിക്കാൻ കഴിയാതെ മൗനമായിരിക്കും എന്ന് ഉത്തരം പറഞ്ഞു. ജനം സഖര്യാവിനായി കാത്തിരുന്നു. അവൻ മന്ദിരത്തിൽ താമസിച്ചതിനാൽ ആശ്ചര്യപ്പെട്ടു. അവൻ പുറത്തു വന്നപ്പോൾ അവരോട് സംസാരിക്കാൻ കഴിഞ്ഞില്ല. അതിനാൽ അവൻ മന്ദിരത്തിൽ ഒരു ദർശനം കണ്ടു എന്നവർ അറിഞ്ഞു. അവൻ അവർക്ക് ആംഗ്യം കാട്ടി ഊമനായി പാർത്തു. അവന്റെ ശുശ്രൂഷാകാലം തികഞ്ഞ ശേഷം അവൻ വീട്ടിലേക്ക് പോയി. ആ നാളുകൾ കഴിഞ്ഞിട്ട് അവന്റെ ഭാര്യ എലിശബേത്ത് ഗർഭം ധരിച്ചു. മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന നിന്ന നീക്കുവാൻ കർത്താവ് എന്നെ കടാക്ഷിച്ച നാളിൽ ഇങ്ങനെ എനിക്ക് ചെയ്തു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് 5 മാസം ഒളിച്ചു പാർത്തു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാവുന്നു. പാർക്കുന്നു. Thank you, Binny. This is a song by Rachel George. Yes. One second. ശുദ്ധിമതിയെ കേൾക്കാവോ? കേൾക്കാല്ലേ? Yeah. ശുദ്ധിമതിയെ നിന്നുടെ പ്രാർത്ഥന ഞങ്ങളുടെ കൂടെ, നിൻ പ്രാർത്ഥനയെ നാഥൻ കേട്ട് പുണ്യം നൽകും. ആർദ്രത നീറവേ ദയാനിധിയോടായി ദയാർത്തിക്ക, ദയ ചോദിക്കുന്ന ആത്മാക്കൾ മേൽ ദയ ഉണ്ടാകാൻ. മാതാവേ, നിൻ പ്രാർത്ഥനയടിയാർക്കെവിടെയുമെന്നും ഭീതിയകറ്റും കോട്ടകളായി തീർന്നിടേണം. അമ്മേ അമ്മേ എന്നു വിളിച്ചു നിൻ സവിധത്തിൽ ഓടിക്കൂടു, നീ ഏഴകളെ തള്ളിടല്ലേ. വൃത്തിയിലൂടെ വാളുകടന്ന വ്യാകുലമാതാ
കുരിശിൽ മകനെ കണ്ടുകരഞ്ഞോരമ്മേ നാദേ പല വഴി നോക്കിയിട്ടൊരു തുണ കാണാതമ്മയാടിയ ചങ്കുപൊടിഞ്ഞു നിൻ പദതാരിൽ മുത്തിയിടുന്നു മാനസക്ലേശം തീരാരോഗം എന്നിവയെല്ലാം മാതാവേ നിൻ അർത്ഥനമൂലം മാറ്റിയിടേണം ഇപ്പോഴുമെന്നും അന്ത്യശ്വാസ സമയവുമമ്മേ നിൻ മകനോടി അടിയാർക്കായി യാചിക്കേണം ദാവീദിന്റെ മകളിൽ നിന്നും ജഡമേറ്റോനെ നിന്റെ ഇടവകയിന്മേൽ വർഷിച്ചാലും 9 മാസം നിന്നെ വഹിച്ച ജനനിയോർത്തു ക്രോധദണ്ണി ഞങ്ങളിൽ നിന്നും നീക്കുക നാഥ. താങ്ക് യു. Thank you, Rich Randy. Next, we have our devotional message. As you all know, Mrs. Sunu Joy is giving us a message today. She's our former General Secretary. She's member of St. Thomas Cathedral in Houston. We have known her, majority of us already known her without even an introduction, but she is known as a prayerful woman and still helping out whenever she can. I invite Mrs. Sunu Joy for today's message. Thank you. പാർക്കുമോൾ പിതാവും പുത്രനും പരിശുദ്ധ റുഹായുമായ സത്യ ഏകദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. നമ്മുടെ മേൽ ദൈവകരുണയും മനോഗുണവും എന്നുവെന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ആദരണീയനായ ഇമ്മാനുവൽ പുന്നൂസ് അച്ഛൻ, MMESന്റെ ഡയസിഷൻ റീജിയണൽ യൂണിറ്റ് ഭാരവാഹികൾ, പ്രിയപ്പെട്ട കൊച്ചുമ്മമാരെ, സ്നേഹമുള്ള സഹോദരങ്ങളെ, ഏവർക്കും ക്രിസ്തുനാമത്തിൽ സ്നേഹവന്ദനം. പരിശുദ്ധ അമ്മയെ നമ്മൾ ധ്യാനിക്കുമ്പോൾ വാനോളം ഉയരുവാനുള്ള അമ്മയുടെ വിശുദ്ധിയും ഭൂമിയോളം താഴുവാനുള്ള അമ്മയുടെ എളിമയുമാണ് നമ്മൾ ആദ്യം ഓർക്കുക. മാർ യാക്കോബിന്റെ ബോസയിൽ നമ്മൾ പാടും, ആരും ഉയർത്തപ്പെട്ടില്ലിതുപോൽ അതിനാൽ സ്പഷ്ടം മറിയാമേ പോൽ ആരും താഴ്ത്തപ്പെട്ടിട്ടില്ല. അമ്മ ഒരു സാന്നിധ്യമാണ്, എന്നും നമ്മളെ ഉത്തേജിപ്പിക്കുന്ന സാന്നിധ്യം. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ അഭയപ്പെടുന്ന ഈ ദിവസങ്ങളിൽ അമ്മയെക്കുറിച്ചുള്ള അനവധി ദൃഷ്ടാന്തങ്ങൾ നമ്മൾ മനസ്സിലാക്കി. അതിലൊന്ന് നമുക്കിപ്പോൾ ചിന്തിക്കാമെന്ന് കർത്താവിൽ ശരണപ്പെടുന്നു. അമ്മയെ സാക്ഷ്യപ്പെട്ടകത്തിനോട് ഉപമിക്കുന്നതാണ്. മറിയാമിൻ ചിഹ്നം സാക്ഷ്യത്തിൻ പെട്ടി നിൻമോഹന രൂപം നിബിയന്മാരെഴുതി ഏടായി സൂക്ഷിച്ചു ആ നൂതന കലശം നിൻ സാദൃശ്യം താൻ സ്വാദേകും ലവണം പോലായി നിൻ സൂനു മുടിവാർന്നൊരു ലോകം അവനാൽ ഉയർന്നേടി. വാഗ്ദാന പേടകം മോശയോട് ദൈവം രൂപീകരിക്കാൻ ആവശ്യപ്പെട്ടതായിരുന്നു. നമുക്കറിയാം, ഇസ്രായേൽ മക്കളുടെ ചരിത്രത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് സാക്ഷ്യപ്പെട്ടകം. വാഗ്ദത്ത നാടിനെ ലക്ഷ്യം വെച്ച് മരുഭൂമിയിൽ കൂടെയുള്ള അവരുടെ ക്ലേശകരമായ യാത്രകളിൽ പ്രതിസന്ധികൾ വളരെയേറെ ഉണ്ടായിരുന്നു. അവയെ തരണം ചെയ്യുവാൻ അവർക്ക് കരുത്തേകിയത് അവരുടെ കൂടെ ഉണ്ടായിരുന്ന പേടക സാന്നിധ്യമായിരുന്നു. ഈ പേടകത്തിന്റെ പ്രത്യേകത എന്തെന്നാൽ അത് ഭൂമിയിലേക്ക് പറ്റിയ ഏറ്റവും അഴകുള്ള ഒന്നായിരുന്നു. അതിനെ പൊതിഞ്ഞ് സദാ ദൈവ സാന്നിധ്യം ഉണ്ടായിരുന്നു. പേടകത്തിനകത്ത് 3 കാര്യങ്ങൾ വെച്ചിരുന്നു. അത് നമ്മൾക്കറിയാം. 10 പ്രമാണങ്ങൾ രേഖപ്പെടുത്തിയ 2 കൽപ്പലകകൾ,
മന്ന ഇട്ടുവെച്ച പൊൻപാത്രം, അഹറോന്റെ തളിർത്ത വടി. ഈ ദൃഷ്ടാന്തങ്ങൾ എങ്ങനെ അമ്മ മറിയവുമായിട്ട് സാദൃശ്യമാവുന്നു? നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥനയിൽ, അമ്മയുടെ മധ്യസ്ഥ പ്രാർത്ഥനയിൽ പാടും, മന്നാ നിക്ഷേപിത ചെപ്പും മുള പൂണ്ടോരഹറോൻ വടിയും ഉൾക്കൊണ്ടൊരു നിയമപ്പെട്ടി സ്ലേമോൻ തൻറൂമാലുമിവ നിൻ സാമ്യം ദൈവജനനി ദൃഷ്ടാന്തേ നിബിയന്മാരും വെളിപാടാൽ സ്ലീഹന്മാരും നിന്നുൾ മർമ്മം കാണിച്ചു. ഗബ്രിയേൽ ദൂതനിലൂടെ നൽകപ്പെട്ട രക്ഷാ സന്ദേശത്തോട്, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് അമ്മ സമ്മതം മൂളിയപ്പോൾ മറിയത്തിന്റെ ഉദരം ദൈവ സാന്നിധ്യത്തിന്റെ പേടകമായി. സെന്റ് ലൂക്ക് ചാപ്റ്റർ 1 വേഴ്സ് 38. ഭൂമിയിലേക്ക് പറ്റിയ ഏറ്റവും അഴകുള്ള സ്ത്രീയാണ് അമ്മ മറിയം. അത് ബാഹ്യമായ സൗന്ദര്യമല്ല, മറിച്ച് അമ്മയുടെ ഉള്ളിലെ ദൈവ സാന്നിധ്യമാണ് അമ്മയെ അതിന് പ്രാപ്തയാക്കിയത്. അമ്മ നമുക്ക് തരുന്നത് ക്രിസ്തു സാന്നിധ്യമാണ്. കാനാവിലെ കല്യാണ വീട്ടിൽ അമ്മ കർത്താവിൻ്റെ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീൻ. സെയിൻറ്റ് ജോൺ ചാപ്റ്റർ 2 വേഴ്സ് 5. യേശു പറയുന്നത് പോലെ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ദൂതിൻ്റെ പേരാണ് മറിയം. ഗബ്രിയേൽ ദൂതൻ മറിയമിനോട്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. The Holy Spirit shall come upon you and the power of the highest will overshadow you. ഓവർഷാഡോ എന്ന വാക്കാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. സദാ ദൈവിക സാന്നിധ്യം ആവസിച്ച, സദാ തിരുസാന്നിധ്യം പൊതിഞ്ഞു നിന്ന് ഭൂമിയിലേക്ക് വെച്ച് ഏറ്റവും അഴകുള്ള സ്ത്രീയായി നമ്മൾ പരിശുദ്ധ അമ്മയെ കാണുകയാണ്. അമ്മ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് എന്താണെന്നറിയാമോ പ്രിയമുള്ളവരെ? ഉള്ളിൽ ദൈവസാന്നിധ്യം ഉണ്ടെങ്കിൽ ഭൂമിയിലേക്ക് പറ്റിയ ഏറ്റവും അഴകുള്ള ഒരാളായി മാറുവാൻ നമുക്ക് സാധിക്കുമെന്നാണ്. എപ്രകാരമാണ് ഈ സാന്നിധ്യം നമ്മളിൽ ഉണ്ടാകുന്നത്? വിനയം, താഴ്മ, കരുതൽ, സ്നേഹം എന്നിവയുടെ അടിസ്ഥാനത്തിലാണ്. പ്രിയമുള്ളവരെ, അമ്മയുടെ സാന്നിധ്യം ക്രിസ്തുവിനെ നൽകുമ്പോൾ നമ്മുടെ പ്രസൻസ് മൂലം നമ്മൾ നമ്മുടെ കൂടെയുള്ളവർക്ക് നൽകുന്നത് എന്താണ്? പേടകത്തിലെ 3 വിശേഷണങ്ങളും കൃത്യമായി യേശുവിലേക്ക് വിരൽ ചൂണ്ടുന്നു. കൽപ്പലകകൾ, മന്ന, അഹറോന്റെ തളിർത്ത വടി. ന്യായപ്രമാണം രേഖപ്പെടുത്തിയ കൽപ്പലകകൾ. പുതിയ കൽപ്പനയുടെ പേരാണ് യേശു. അവിടുന്ന് തന്നെ പുതിയ കൽപ്പനയായിരുന്നു. ആ കൽപ്പന സ്നേഹമാണ്. നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്ന പുതിയ ഒരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. സെയിൻറ്റ് ജോൺ ചാപ്റ്റർ 13 വേഴ്സ് 34. സ്നേഹത്തിന്റെ ഈ കൽപ്പന എഴുതപ്പെട്ടത് കൽപ്പലകയിലല്ല, ഹൃദയം എന്ന മാംസപലകയിലാണ്. നമ്മൾ കൊരിന്ത്യർ ലേഖനം പഠിച്ചപ്പോൾ അതിനകത്ത് നമ്മൾ പഠിക്കുന്നതാണ് 2 Corinthians ചാപ്റ്റർ 3 വേഴ്സ് 3. ഹൃദയം എന്ന മാംസപലകയിലാണ്. അത് ജീവനുള്ള ദൈവത്തിന്റെ ആത്മാവിനാലാണ് അത് എഴുതിയേക്കുന്നത്. തേജസ്സേറിയ നമ്മുടെ കർത്താവിന്റെ കൽപ്പന എഴുതപ്പെട്ടിരിക്കുന്നത് നമ്മളെ ഓരോരുത്തരുടെയും ഹൃദയമാവുന്ന മാംസപലകകളിലാണ്. സ്വാഭാവികമായി ലോകത്തിൽ ഒരു പാപമേ ഉള്ളൂ, അത് സ്നേഹത്തിന്റെ ലംഘനമാണ്, വയലേഷൻ ഓഫ് ലവ്. സ്നേഹത്തിന്റെ കുറവാണ് ഇന്നിന്റെ പ്രശ്നം. അതുകൊണ്ട് തന്നെ ഒറ്റ റിപ്പൻഡൻസേ ഉള്ളൂ, എക്സസ് ലവ്, അധിക സ്നേഹം. ക്രിസ്തു പഠിപ്പിച്ചതും അതുതന്നെയാണ്. ഒറ്റിക്കൊടുത്തവനെയും അവിടുന്ന് വിളിച്ചത് സ്നേഹിത എന്നാണ്. പുതിയ മന്ന. യേശു പറഞ്ഞു, സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാകുന്നു. ഈ അപ്പം തിന്നുന്നവനെല്ലാവരും എന്നേക്കും ജീവിക്കും. സെയിൻറ്റ് ജോൺ ചാപ്റ്റർ 6 വേഴ്സ് 51. ജീവന്റെ അപ്പത്തെ വഹിച്ച പേടകമായിരുന്നു പരിശുദ്ധ അമ്മ. അമ്മ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതും ഇതുതന്നെയാണ്. ദൈവത്തിന് ഇടം കൊടുക്കുമ്പോൾ ദൈവത്തെ വഹിക്കുന്ന പേടകങ്ങളായി നമ്മൾ മാറുകയാണ്. നമ്മൾക്കിനി അഹറോന്റെ വടിയെക്കുറിച്ച് ചിന്തിക്കാം. അഹറോനെ മഹാപുരോഹിതൻ അല്ലെങ്കിൽ ഹൈ പ്രീസ്റ്റ് എന്ന നിലയിൽ പരിഗണിക്കുന്നു. ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ തകർന്നുപോയ പാലം പണിയുന്ന ആളായിട്ടാണ് വിശുദ്ധ വേദപുസ്തകം പുരോഹിതരെ കാണുന്നത്. പുതിയ പുരോഹിതന്റെ പേരാണ് ക്രിസ്തു. എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ്ലീഹ പറയുന്നു, ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളതുകൊണ്ട് നാം ഏറ്റുപറയുന്ന വിശ്വാസം മുറുകെ പിടിച്ചുകൊള്ളുക. എബ്രായ ലേഖനം 4 അധ്യായം 14 വാക്യം. ചുരുക്കത്തിൽ, യേശുവിനെ വഹിക്കുവാൻ തൻ്റെ ഉദരത്തിലും മനസ്സിലും ഇടം കൊടുക്കുക. ഏത് അവമാനങ്ങളിലൂടെയും പോകാനായിട്ട് അമ്മയെ പ്രേരിപ്പിച്ചത്, ബലപ്പെടുത്തിയത് ഈ വിശുദ്ധ പ്രജയ്ക്ക് ഇടം കൊടുത്തതുകൊണ്ടാണ്. അങ്ങനെ മറിയാമിന്റെ ഉദയം ദൈവ സാന്നിധ്യത്തിന്റെ പേടകമായി മാറി. മറിയാമും എലിസബത്തും കാണുന്ന സന്ദർഭം നമ്മൾക്ക് പരിചിതമാണ്. സെയിൻറ്റ് ലൂക്ക് ചാപ്റ്റർ 1 വേഴ്സ് 39 ഓൺവേഴ്സ്.
മറിയത്തിന്റെ അഭിവാദനം കേട്ട് എലിസബത്ത് പരിശുദ്ധാത്മ നിറവുള്ളവളായി. തന്റെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ കുഞ്ഞു യോഹന്നാൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ഇത് പഴയ നിയമത്തിൽ ദാവീദ് വാഗ്ദത്ത പേടകം കൊണ്ടുവരുമ്പോൾ സംഭവിച്ചു. ദാവീദിന്റെ ഉള്ളിൽ ഉണ്ടാകുന്ന വല്ലാത്ത ആനന്ദം നമ്മൾ അവിടെ കാണുന്നു. ദാവീദ് നൃത്തം ചവിട്ടുകയാണ്. ദാവീദ് പറയുന്നു, യഹോവയുടെ ജനമായ ഇസ്രായേലിന് പ്രഭുവായി നിയമിക്കാൻ തക്കവിധം എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്ന ദൈവത്തിന് മുൻപാകെ ഞാൻ നൃത്തം ചെയ്യും. 2 സാമുവേൽ ചാപ്റ്റർ 6 വേഴ്സ് 21. എലിസബത്ത് ചോദിക്കുന്നത്, അമ്മ എൻ്റെ അടുക്കൽ വരുവാൻ തക്ക മാനം എനിക്ക് എങ്ങനെ ഉണ്ടായി? സെന്റ് ലൂക്ക് ചാപ്റ്റർ 1 വേഴ്സ് 43. പരസ്പര ബന്ധമുള്ള പ്രതീകം പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും. പ്രിയമുള്ളവരെ, നമ്മൾ അമ്മമാരാണ്. നമ്മൾക്കും ക്രിസ്തു നമ്മുടെ ഉള്ളിലുള്ളവരായി വാഗ്ദത്ത പേടകങ്ങളായി മാറാം. നമ്മളുടെ മക്കൾക്കും നമ്മൾക്കും കുടുംബങ്ങൾക്കും അനിവാര്യമായ ക്രിസ്തു സാദൃശ്യങ്ങൾ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ബലഹീനയായ എനിക്ക് പരിശുദ്ധ അമ്മയുടെ വാങ്ങിപ്പിനോടനുബന്ധിച്ചുള്ള ഈ പ്രാർത്ഥനാ സംഗമത്തിൽ പങ്കുചേരുവാൻ ഇടയാക്കിയ ദൈവത്തിന് നന്ദി പറയുന്നു. ഇതിന്റെ ഭാരവാഹികളോടും നന്ദി പറയുന്നു. എന്നെ സശ്രദ്ധം കേട്ട നിങ്ങൾക്ക് എല്ലാവരോടുമുള്ള സ്നേഹം അറിയിക്കട്ടെ. ദൈവനാമം എപ്പോഴും മഹത്വപ്പെടട്ടെ. താങ്ക് യു. താങ്ക് യു സുനുവിനി, ഞങ്ങൾക്ക് നല്ലൊരു മെസ്സേജ് തന്നതിന്. സാക്ഷ്യപ്പെട്ടതും മാതാവുമായിട്ടും കമ്പയർ ചെയ്ത് അത്രയും മനോഹരമായിട്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ലവ് ഈച്ച് അതർ എന്നുള്ളതും മാതാവ് ഉള്ളിടത്ത് യേശു ഉണ്ട് എന്നുള്ളതും ഒക്കെ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് പറഞ്ഞു തന്നതിന് നന്ദി പറയുന്നു. ഈ സമയം കുറച്ച് സമയമുള്ള ഞങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുന്നതിന് താങ്ക് യു വെരി മച്ച് ഫോർ ഓൾ യുവർ എഫേർട്സ്. അടുത്തതായിട്ട് ലിറ്റനി ചൊല്ലുന്നതിനായിട്ട് അമ്മു പൗലോസിനെയും റെസ്പോൺസ് ചൊല്ലുന്നതിനായിട്ട് അന്നമ്മ എബ്രഹാമിനെയും വിളിക്കുന്നു. മൂട്ടിലാണോ? അമ്മു കൊച്ചമ്മ ജോയിൻ ചെയ്തിട്ടുണ്ടോ? അന്നമ്മ ആന്റി ഉണ്ടോ? ഉണ്ട്. Okay. Anyone can read the litany. ആർക്കെങ്കിലും ലിറ്റനി ലീഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ലീഡ് ചെയ്യാം. ആരുമില്ലേ? ചെയ്യണോ ഷിനി? ചെയ്തു ആന്റി. റെസ്പോൺസ് ഓക്കെ. വിശുദ്ധ കന്യയായ മർത്തമറിയം മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കരുണയുടെ വാതിലും സകല നന്മകളുടെയും ഭണ്ഡാരവുമായ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ നാഥയാകുന്ന പരിശുദ്ധയും ശുദ്ധിമതിയുമാകുന്ന മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ ചിന്തകൾ വെടിപ്പാക്കപ്പെടുന്നതിനും കറകൾ മാഞ്ഞു പോകുന്നതിനുമായി പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ ബന്ധനങ്ങൾ അഴിക്കപ്പെടുന്നതിനായി പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞെരുക്കത്തിലും പ്രയാസത്തിലും ഇരിക്കുന്നവർ സമാധാനപ്പെടുന്നതിനായി പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ രോഗികൾ സുഖം പ്രാപിക്കുവാനായി പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവത്തെ പ്രസവിച്ച മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രക്ഷിതാവിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ സന്തോഷകാരണമായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആത്മീയ പാത്രമായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർഗത്തിന്റെ വാതിലായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്നേഹത്തിന്റെ പാത്രമായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.
അപേക്ഷിക്കണമേ. രോഗികളുടെ ഔഷധമായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പാപികളുടെ സങ്കേത സ്ഥലമായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിലപിച്ചിരിക്കുന്നവരുടെ ആശ്വാസമായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഖേദത്തിലിരിക്കുന്നവരുടെ സന്തോഷമായ മാതാവേ, ഞങ്ങൾക്ക് അപേക്ഷിക്കണമേ. ക്രിസ്ത്യാനികളുടെ സഹായമായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ വൃദ്ധർ താങ്ങപ്പെടുന്നതിനായും യുവാക്കൾ പരിപാകതിയുള്ളവരായി തീരുന്നതിനുമായും പൈതങ്ങൾ കാക്കപ്പെടുന്നതിനായും സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും കാത്തുകൊള്ളുന്നതിനായും പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഭിന്നതയിൽ കഴിയുന്നവർ ഐക്യപ്പെടുന്നതിനായിട്ടും സത്യാനുതാപവും മാനസാന്തരവും സഭയിൽ ഉണ്ടാകുന്നതിനായും പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സത്യവിശ്വാസികളായ വാങ്ങിപ്പോയവർക്ക് കരുണ ലഭിക്കുന്നതിനായി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ യാചനകളും പ്രാർത്ഥനകളും ജാഗരണങ്ങളും ദൈവസന്നിധിയിൽ കൈക്കൊള്ളപ്പെടുന്നതിനായി പരിശുദ്ധമ്മേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മാലാഖമാരുടെയും പിതാക്കന്മാരുടെയും നിബിയന്മാരുടെയും സഹതന്മാരുടെയും മൗദ്യാനന്മാരുടെയും കന്യകുമാരുടെയും സകല പരിശുദ്ധന്മാരുടെയും രാജ്ഞിയായ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ലിറ്റി, അടുത്തതായിട്ട് നമുക്ക് ഇന്നത്തെ ഈ പ്രയറിന് ബൈബിൾ റീഡ് ചെയ്തും പാട്ടുപാടിയും ലിറ്റിനി വായിച്ചും എല്ലാം സഹായിച്ചു മെസ്സേജും തന്ന് എല്ലാവർക്കുമായിട്ട് നന്ദി പറയുന്നു. And then thanks to all who participated in Litti, today's. we have intercessory prayer. Sorry, intercessory prayer ചെയ്യുന്നതിനായിട്ട് തങ്കമ്മ വർഗീസിനെ ക്ഷണിച്ചു. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ 15 നോയമ്പിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് ഒരുമിച്ച് കൂടി വന്ന് നിന്നെ സ്തുതിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ അനുഗ്രഹിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. എൻ്റെ മാതാവേ, നിന്റെ സന്നിധിയിലേക്ക് പാപികളും ദോഷികളും ഞങ്ങളുടെ അമ്മമാരായ ഞങ്ങൾ വരുമ്പോൾ കർത്താവേ, നീ ഞങ്ങളെ തള്ളിക്കളയല്ലേ, ഉപേക്ഷിച്ച് കളയരുതേ. നിന്റെ മധ്യസ്ഥം ഞങ്ങൾക്ക് ആവശ്യമാണ്. പലവിധമായ വിഷമങ്ങളും പ്രയാസങ്ങളിലും കൂടിയൊക്കെ കടന്നു പോകുമ്പോൾ കർത്താവേ, നിന്റെ തിരുസന്നിധിയിലേക്ക് വന്ന് നിന്റെ അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിക്കുമ്പോൾ നീ പുത്രൻ തമ്പുരാനോട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിച്ചു കൊള്ളണമേ. ഞങ്ങളുടെ സഭയെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഈ പ്രാർത്ഥനാ ഗ്രൂപ്പിനെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ MMVS പ്രവർത്തിക്കുന്ന എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ കുടുംബങ്ങളോട് കരുണ തോന്നണേ. ഞങ്ങളുടെ മക്കളോട് കരുണ തോന്നണേ. ഞങ്ങളുടെ കൊച്ചുമക്കളോട് കരുണ തോന്നണമേ. അവർ വഴിതെറ്റിപ്പാതെ ദൈവമേ, നിന്നെ അറിഞ്ഞുകൊണ്ട് ഈ ലോകത്തിൽ ജീവിപ്പാൻ നീ സഹായിക്കണമേ. ഈ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മാതൃരാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പലവിധമായ യുദ്ധത്തിൻ്റെ കെടുതികളിലും പ്രകൃതിക്ഷോഭങ്ങളിലും ഒക്കെ കഷ്ടപ്പെടുന്നവരെ ഞങ്ങൾ ഓർക്കുന്നു. മരണദുഃഖത്തിലിരിക്കുന്നവരെ ഓർക്കുന്നു. കർത്താവെ, പുത്രദുഃഖത്തിലിരിക്കുന്നവരെ ഓർക്കുന്നു. ഞങ്ങൾ ഞങ്ങളുടെ രോഗികളെ ഓരോരുത്തരായി നിന്റെ തൃപ്പാദത്തിൽ തരുന്നു. കർത്താവെ, നീ അവരോട് കരുണ തോന്നണമേ. മരിച്ചവരെ ഉയർപ്പിച്ചവനെ, കുരുടർക്ക് കാഴ്ചയും ചെകിടർക്ക് കേൾവിയും കൊടുത്തവനെ, ഞങ്ങളുടെ രോഗികൾക്ക് നീ പരിപൂർണമായ സൗഖ്യം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാതാവേ, നീ നിന്റെ പുത്രൻ തമ്പുരാനോട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നീ നിന്റെ പുത്രനിൽ നിനക്ക് വിശേഷ വിധിയായി കിട്ടിയിട്ടുള്ള വരദാനങ്ങളെ ഞങ്ങൾ നിന്നോട് മധ്യസ്ഥതയ്ക്കായിട്ട് അപേക്ഷിക്കുമ്പോൾ നീ ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മയോട് അപേക്ഷിക്കുന്നവരെ ഒരു നാളും ഉപേക്ഷിക്കില്ലെന്ന് ഞങ്ങൾ പരിപൂർണമായും വിശ്വസിക്കുന്നു. കർത്താവെ, ലോകത്തെമ്പാടുമുള്ള ക്രിസ്ത്യാനികളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്റെ വചനമെന്ന് പറയാനോ സ്വതന്ത്രമായിട്ടൊന്ന് ആലയത്തിലേക്ക് കടന്നു ചെല്ലുവാനോ സ്വാതന്ത്ര്യമില്ലാത്ത എത്രയോ സ്ഥലങ്ങളുണ്ട് ദൈവമേ. നിന്റെ വചന നിമിത്തം, നിന്നെ സാക്ഷിക്കുന്ന നിമിത്തം പീഡിപ്പിക്കപ്പെടുന്നവർ പലരാണല്ലോ ദൈവമേ. കൊല്ലപ്പെടുന്നവരുണ്ട്. കർത്താവെ, വളരെ വിഷമത്തിലും കാടുകളിലും മലകളിലും ഒക്കെയും പോയി നിന്റെ സുവിശേഷം അറിയിക്കുന്ന എത്രയോ പേരുണ്ട് ദൈവമേ. അവരോടൊക്കെ നീ കരുണ ചെയ്യണമേ. എൻ്റെ മാതാവേ, നീ അവർക്കൊക്കെ ആയിട്ട് അപേക്ഷിക്കണമേ. ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യാനികളെ നിന്റെ തൃപാദത്തിൽ സമർപ്പിക്കുന്നു.
കർത്താവെ നിന്നെ ഘോഷിപ്പാൻ തക്കോണം അവരെ നീ അനുഗ്രഹിക്കണമേ. കർത്താവെ അവരെ ഉപദ്രവിക്കുന്ന എല്ലാവരെയും നിന്റെ തൃപ്പാദത്തിൽ തരുന്നു. ദൈവമേ നീ അവരിൽ മാറ്റമുണ്ടാക്കണമേ. നീ ജീവനുള്ളവനായ ക്രിസ്തു ആകുന്നെന്നും നിങ്ങളിലേക്ക് കടന്നു വന്നല്ലാതെ യാതൊരു രക്ഷയുമില്ലെന്ന് അറിയുന്ന ഒരു മനോഭാവം നീ അവർക്കൊക്കെ കൊടുക്കണേ. കർത്താവെ നിന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഒരുത്തരെയും നീ തള്ളിക്കളയല്ലോ. പരിശുദ്ധ അമ്മേ മാതാവേ, ഈ നോയമ്പിൽ ഞങ്ങളോട് നീ കരുണ ചെയ്യണമേ. ഞങ്ങളുടെ വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാം നിന്റെ തൃപ്പാദത്തിൽ തരുമ്പോൾ നിന്റെ മകനോട് നീ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥത അപേക്ഷിക്കണേ. കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥന ആവശ്യപ്പെട്ടവരും പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞവരും പ്രാർത്ഥിപ്പാൻ കടപ്പെട്ടവരുമായ എല്ലാവരെയും എല്ലാ കാര്യങ്ങളും നിന്റെ തൃപ്പാദത്തിൽ സമർപ്പിച്ചുകൊണ്ട് പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിന്റെ നാമത്തിൽ ഏറ്റവും താഴ്മയോടെ യാചിക്കുന്ന കൃപയോട് കേൾക്കണമേ. ആമേൻ. താങ്ക് യു തങ്കവേണ്ടി. ഷിനി ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? Benediction. Acha benediction. Barakmar, may the love of God the Father, the grace of his only begotten Son, the communion of the Holy Spirit be upon each and every single one of us. Upon things we have prayed for, upon things we have forgotten to pray for our weakness, especially upon our prayers and our fastings, upon our tears, upon our kneelings, upon all the things that we have submitted before our Lord God, especially through the intercession of his Holy Mother, for all those who are sick and suffering, the homeless, the needy, all those who are in hospitals, and all those who have passed away and rest in the bosom of Abraham, Isaac, and of Jacob, now and always and unto the ages of ages. Amen. Thank you all and good night. Thank you all. We will meet on Sunday evening again. Thank you and good night.